ബിഗ് ബോസ് മലയാളം സീസൺ 7 രണ്ടാമത്തെ ആഴ്ചയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച മുൻഷി രഞ്ജിത്ത് എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ് ബിഗ് ബോസിൻ്റെ ആ ഷോയിൽ നിന്ന് പുറത്തേക്ക് പോയത്. ആദ്യത്തെ ആഴ്ച തന്നെ മുൻഷി രഞ്ജിത്ത് പുറത്തുപോയി. ഇപ്പോൾ 18 കണ്ടസ്റ്റൻസുമായിട്ടാണ് ഈ മത്സരം രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുക. അപ്പം രണ്ടാമത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ തന്നെ എന്താണ് ഇനി വരാൻ പോകുന്നത് എന്നതിൻ്റെ സൂചനകളെല്ലാം തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എവിക്ഷൻ്റെ എപ്പിസോഡെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് കൃത്യമായിട്ട് ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തു. ആ ടാസ്ക് എന്ന് പറയുന്നത് റാങ്കിങ് ടാസ്ക്കാണ്. റാങ്കിങ് ടാസ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ആളുകൾക്ക് ഈ മത്സരാർത്ഥികളെല്ലാവരും കൂടെ ഒരു റാങ്ക് നിശ്ചയിച്ചു കൊടുക്കണം. 1-ാം സ്ഥാനം, 2-ാം സ്ഥാനം, 3-ാം സ്ഥാനം എന്ന രീതിയിൽ. അപ്പോൾ ഈ റാങ്കിങ് ടാസ്ക്കാണ് മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസിൻ്റെ രണ്ടാം ആഴ്ചയുടെ ആദ്യ ദിവസം തന്നെ നൽകിയ ടാസ്ക്. അപ്പോൾ ഈ സീസണിൽ ഇതുവരെ വന്നിട്ടുള്ളതിൽ ഏറ്റവും കിടിലൻ പ്രൊമോയായിരുന്നു ഇതിന് നൽകിയിരുന്നത്. കാരണം ആളുകളെ ഈ ഷോയിലേക്ക് എത്തിക്കണമെങ്കിൽ നല്ല കിടിലൻ പ്രൊമോ കൊടുക്കണം. അത് ശനി ഞായർ ദിവസങ്ങളിൽ ലാലേട്ടൻ വന്ന് ഷോയുടെ എവിക്ഷൻ എപ്പിസോഡൊക്കെ ചെയ്യുമ്പോൾ ഈ എവിക്ഷൻ എപ്പിസോഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ എന്തായാലും ആ 2 ദിവസത്തെ എപ്പിസോഡ് കാണാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ആളുകൾ കൂടുതലുണ്ടാവും. അതുകൊണ്ട് തൊട്ടടുത്ത ദിവസം വരുന്ന ഷോ എന്താണ് എന്നതിനെക്കുറിച്ച് കൊടുക്കുന്ന പ്രൊമോ കിടിലൻ പ്രൊമോയായിരിക്കും. അത്തരത്തിലൊരു കിടിലൻ പ്രൊമോയാണ് ഈ പറഞ്ഞ റാങ്കിങ് ടാസ്ക് കൊടുത്തത്. അപ്പം സാധാരണഗതിയിൽ ബിഗ് ബോസിൻ്റെ ഏകദേശം ഒരു 50 ദിവസം 60 ദിവസമൊക്കെ പിന്നിട്ടതിന് ശേഷമാണ് ഈ റാങ്കിങ് ടാസ്ക് കൊടുക്കാറുള്ളത്. പക്ഷേ ഇത്തവണ രണ്ടാമത്തെ ആഴ്ച തന്നെ റാങ്കിങ് ടാസ്ക് കൊടുത്തു എന്നുള്ളതാണ്. 50 ദിവസം പിന്നിട്ട് കഴിയുമ്പോൾ മാത്രമാണ് റാങ്കിങ് ടാസ്ക് ഈ ബിഗ് ബോസ് വീടിനകത്ത് മത്സരാർത്ഥികൾക്ക് നൽകാറുണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ അത് വളരെ നേരത്തെ കൊടുക്കാനും എന്തെങ്കിലും രീതിയിലുള്ള കാരണങ്ങൾ ബിഗ് ബോസിനുണ്ടാകും. കാരണം ബിഗ് ബോസ് ഇപ്പോൾ പറഞ്ഞപ്പോൾ ഇത്തവണ തന്നെ ഈ സീസണിൻ്റെ ടാഗ് ലൈൻ തന്നെ 7ൻ്റെ പണി എന്ന് എഴുതിക്കൊണ്ടാണ് ഈ ബിഗ് ബോസിൻ്റെ സീസൺ 7 ആരംഭിക്കുന്നത്. അതായത് നമ്മൾ ഇത്രയും കാലം കണ്ടു പരിചരിച്ച ബിഗ് ബോസ് ഷോകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 50 ദിവസം കഴിഞ്ഞിട്ട് വരാവുന്ന ഒരു ടാസ്ക് രണ്ടാമത്തെ ആഴ്ച വരുന്നു. ആദ്യത്തെ ദിവസം വീടിനകത്ത് കയറി ആദ്യത്തെ ദിവസം തന്നെ എല്ലാവരും പരസ്പരം അടിയാകുന്നു. അപ്പോൾ 7ൻ്റെ പണി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തുടക്കം മുതലേ കൃത്യമായിട്ട് ചില കോണ്ടസ്റ്റൻസിന് സ്ട്രാറ്റജിയൊക്കെ പഠിച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ സ്ട്രാറ്റജികളൊന്നും വർക്കാവാത്ത വിധത്തിലുള്ള പണികളാണ് ബിഗ് ബോസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സാധാരണ ഈ റാങ്കിങ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ അടി നടക്കാറുള്ള ഒരു ടാസ്ക്കാണ്. അടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, 1 മുതൽ 5-ാം സ്ഥാനം വരെയുള്ള ഈ റാങ്കിന് വേണ്ടിയിട്ട് മത്സരാർത്ഥികൾ തമ്മിൽ വളരെ ശക്തമായ മത്സരം നടക്കാറുണ്ട്. മുൻപ് നമുക്ക് റാങ്കിങ് ടാസ്കിൽ ഓർമ്മ വരിക ഈ അഖിൽ മാരാരുടെ സീസണാണ്. അഖിൽ മാരാരുടെ സീസണിൽ റാങ്കിങ് ടാസ്കിൽ അഖിൽ മാരാർ കൃത്യമായിട്ടുള്ള ഒരു കാൽക്കുലേഷനിലാണ് അന്ന് ഷോയിൽ പങ്കെടുത്തിരുന്നത്. പക്ഷേ അഖിൽ മാരാറെ 5-ാം സ്ഥാനത്തേക്കാണ് മത്സരാർത്ഥികളെല്ലാവരും കൂടെ കൊടുത്തത്. അപ്പോൾ അഖിൽ മാരാർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു തന്നെ 1-ാം സ്ഥാനത്തേക്ക് ആക്കില്ല എന്നുള്ളത്. അപ്പോൾ പോയിൻറ്റിൻ്റെ കാൽക്കുലേഷനൊക്കെ വെച്ച് അഖിൽ മാരാർ ഏത് രീതിയിലാണ് ഒരു ഗെയിമിനെ നോക്കിക്കാണുന്നത് എന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ലാലേട്ടൻ ഉൾപ്പെടെ അത്ഭുതപ്പെട്ടു പോയതാണ് അന്നത്തെ ആ എപ്പിസോഡിൽ. അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ ആഴ്ച തന്നെ റാങ്കിങ് ടാസ്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ടാസ്കിനായിട്ട് ഇത്തവണ മത്സരാർത്ഥികൾക്ക് പ്രത്യേക വസ്ത്രങ്ങളടക്കം ബിഗ് ബോസ് നൽകിയിട്ടുണ്ട്. നീലയും റെഡും ഒക്കെ ആയിട്ടുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്. റാങ്കിങ് ടാസ്ക് ആരംഭിച്ചപ്പോൾ തന്നെ താനാണ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് നിൽക്കാൻ അർഹനെന്ന് അനീഷ് വാദിക്കാൻ തുടങ്ങിയത് മാത്രമല്ല, അനീഷ് അവിടെ 1-ാം സ്ഥാനത്ത് പോയിരിക്കുകയും ചെയ്തു. 1-ാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്ന അനീഷിനെ പിടിച്ചു മാറ്റാനും അനീഷിന് 1-ാം സ്ഥാനം കൊടുക്കാതെ ആളുകൾക്ക് തോന്നിയതുപോലെ 13ഉം 7ഉം 9ഉം എന്ന് പറഞ്ഞ പോലെ ഓരോ റാങ്കിങ്ങിൻ്റെ ഒരു ടാഗ് ആണ് കൊടുക്കുന്നത്. ആ ടാഗ് ഇട്ട് കൊടുക്കുക, അനീഷ് അതൊക്കെ വലിച്ചെറിയുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ കണ്ടു. അപ്പോൾ ഈ അനീഷ് എന്ന് പറയുന്ന ആൾ ഇതിനകത്ത് ഒരു കോമൺ മത്സരാർത്ഥിയാണ്. ബാക്കിയെല്ലാം അത്യാവശ്യം ആളുകൾക്ക് ഫേസ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫേസുള്ള ആളുകളൊക്കെ തന്നെയാണ് ബാക്കി. അപ്പം ഷോയിൽ അനീഷ് 1-ാം സ്ഥാനത്തിരിക്കുന്ന ചെയറിൽ കയറി വളരെ മൽപ്പിടുത്തത്തോടുകൂടി ആ ചെയറിൽ കയറിയിരിക്കുകയും ഈ ചെയർ എന്നെ ആരും തൊടാൻ പാടില്ല, ഞാൻ ഈ ചെയറിൽ നിന്ന് മാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് ശക്തമായിട്ട് അവിടെ ഇരുന്നു. പക്ഷേ മറ്റ് മത്സരാർത്ഥികൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ആദ്യം പ്രകോപിതനായിട്ട് ഈ അനീഷ് പ്രതികരിച്ചു. ആദ്യം പ്രകോപിതനായിട്ട് പ്രതികരിച്ചത് അപ്പാനി ശരത്താണ്. അപ്പാനി ശരത്തൊക്കെ വളരെ അനീഷിനെ പ്രൊവോക്ക് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അതായത് അനീഷ് എൻ്റെ ചെയറിൽ തുടരുത്,
എൻ്റെ ദേഹത്ത് തുടരുത് എന്ന് പറയുമ്പോൾ അപ്പാനി ചാടി കയറി ചോദിക്കേണ്ടത് നിന്നെ തൊട്ടാ നീ എന്ത് ചെയ്യൂടാ, നിൻ്റെ ചെയറിൽ തൊട്ടാ നീ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ച് ഈ അനീഷും ശരത്തും തമ്മിൽ പിന്നെ വാക്കേറ്റമായി. അപ്പോൾ ഈ എന്താ പറയുക, തുടക്കം മുതലേ അപ്പാനി ശരത്തും അനീഷും തമ്മിൽ ശക്തമായ വാക്കേറ്റങ്ങളുണ്ടാകുന്നത്. ഈ വാക്കേറ്റങ്ങളും തർക്കങ്ങളുമാണ് ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ആ പരിപാടിയെ പിടിച്ചു നിർത്തുന്നത്. റിയൽ ആയിട്ട് മൈൻഡ് ഗെയിം കളിക്കുക എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പം അങ്ങനെ ഈ തർക്കങ്ങൾ കൂടി അനീഷിൻ്റെ ചെയറിൽ പിടിക്കാൻ പലരും വരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ടാഗ് അനീഷിന് പലരും ഇട്ട് കൊടുക്കുന്നു. അനീഷ് ആ ടാഗ് കഴിച്ച് വലിച്ച് കളയുന്നു. അപ്പോൾ അനീഷ് 1-ാം നമ്പറിൽ ഇരുന്ന സമയത്ത് ഇവർ തമ്മിൽ വലിയ തർക്കത്തിലേക്ക് പോകുന്നു. ആ തർക്കം കയ്യാങ്കളിലേക്ക് എത്തും എന്ന ഘട്ടത്തിലാണ് ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വരുന്നത്. ഇതൊരു അടിയന്തര അറിയിപ്പാണ്, മുന്നറിയിപ്പാണ് എന്ന് പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് സീസൺ 7 ഷോ ഇവിടെ നിർത്തുകയാണ് എന്ന് പറഞ്ഞിട്ടൊരു അറിയിപ്പ്. അതുപോലെ തന്നെ ഇത് നിർത്തുകയാണ്, ഇനി നിങ്ങളുമായിട്ട് യാതൊരു വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഷോയുടെ ഭാഗമായിട്ടുള്ള ബിഗ് ബോസ് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. അപ്പോൾ അത് ഒരു പണിയായിട്ട് മാത്രമേ കണക്ക് കൂട്ടിയാൽ മതി. പക്ഷേ മത്സരാർത്ഥികളെല്ലാവരും തന്നെ അക്ഷരാർത്ഥത്തിൽ ആ സമയത്ത് ഞെട്ടി ഷോ നിർത്തുകയാണെന്ന് പറഞ്ഞപ്പം എന്താണ് കാര്യം, എങ്ങനെയാണെന്നൊന്നും മനസ്സിലാവാതെ അവരുടെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. ഇത്തവണ ബിഗ് ബോസ് ടീം മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്ന 7ൻ്റെ പണിയിൽ 1 അനീഷാണെന്നാണ് ഈ വീക്കെൻഡിലെ മോഹൻലാലിൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഈ അനീഷ് തുടക്കം മുതലേ കൃത്യമായിട്ട് അനീഷിൻ്റെ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്ത് അനീഷ് കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് ഈ ഗെയിമിലേക്ക് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് കളിക്കേണ്ടത്, എങ്ങനെ പ്രേക്ഷകർക്ക് നമ്മളെ സ്വീകാര്യനാക്കാൻ പറ്റും എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. അനീഷ് എല്ലാവരുടെ അടുത്തും കൃത്യമായിട്ട് എന്താ പറയുക ഉടക്കുണ്ടാക്കേണ്ടടുത്തൊക്കെ ഉടക്കുണ്ടാക്കും. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അനീഷ് പറയുന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാവും, നിലപാടിൽ ഉറച്ചു നിൽക്കും. അത് ലാലേട്ടൻ പറഞ്ഞു കഴിയുമ്പോഴും അനീഷ് കൃത്യമായിട്ട് നിലപാടിൽ ഉറച്ചേക്കുക. അപ്പം അനീഷിനെതിരെ ഒരുപാട് പരാതികൾ വന്നപ്പം 2 ബോക്സ്, പരാതി ബോക്സ് 2, ഒന്ന് അനീഷിനെതിരെയും ഒന്ന് അല്ലാതെ പരാതിയില്ല. അപ്പം അനീഷിനെതിരെയുള്ള പരാതി നോക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും പരാതിയുണ്ട്. ഈ ഓരോ പരാതിയും ചോദിച്ച് മനസ്സിലാക്കി ലാലേട്ടൻ ചോദിക്കുമ്പോൾ അനീഷിന് കൃത്യമായിട്ട് അതിന് ഉത്തരവുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ഈ 7ൻ്റെ പണിയിൽ 1 അനീഷാണ് ഇവർക്ക് കിട്ടിയ പണി എന്നാണ് നമുക്ക് കരുതാൻ പറ്റുക. നേരത്തെ ഈ പറഞ്ഞതുപോലെ ഈ 1-ാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് അനീഷ് തർക്കിക്കുന്ന സമയത്ത് അക്ബറും വന്നു. അക്ബർ പറഞ്ഞ 1-ാം സ്ഥാനത്ത് എനിക്കാണെങ്കിൽ അക്ബറിന് 1-ാം സ്ഥാനത്തിരിക്കണം. അപ്പോൾ അനീഷ് പറഞ്ഞു നീ വേണം പോയി 2-ാം സ്ഥാനത്തിരുന്നു, നിങ്ങൾ 1-ാം സ്ഥാനത്തിരിക്കുകയാണെങ്കിൽ എനിക്ക് 2-ാം സ്ഥാനം വേണ്ട എന്നാണ് അക്ബർ പറഞ്ഞത്. അതോടൊപ്പം തന്നെ പുതിയ ക്യാപ്റ്റനൊന്നോ പഴയ ക്യാപ്റ്റനൊന്നോ ഇല്ല, എനിക്ക് 1-ാം സ്ഥാനം വേണമെന്ന് അനീഷ് ശക്തമായി വാദിച്ചു. അതോടെയാണ് വാക്ക് തർക്കവും ഉന്തും തള്ളും ഒക്കെ ഉണ്ടായിട്ട് ആകെ ബഹളമായി മാറിയത്, കയ്യാങ്കളിയോളം എത്തി എന്നുള്ളതാണ്. അതോടെയാണ് ബിഗ് ബോസ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്, നിങ്ങളെക്കൊണ്ട് ഇത് ശരിയാവില്ല, നിങ്ങളെക്കൊണ്ട് മടുത്തു എന്ന രീതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു തരത്തിലുള്ള ആശയവിനിമയവും ഇനി തൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ലെന്നും സീസൺ 7 താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണെന്നും ആണ് ബിഗ് ബോസ് അറിയിച്ചിരിക്കുന്നത്. ഈ എന്താ പറയുക, ബിഗ് ബോസിൻ്റെ മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വരുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത്. എന്തായാലും മലയാളം റിയാലിറ്റി ഷോയിൽ ഇപ്പോൾ വലിയ പ്രേക്ഷകരെ പിടിച്ചു നിർത്താൻ ബിഗ് ബോസ് ഷോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അവരുടെ ഓരോ എപ്പിസോഡിനും വേണ്ടിയിട്ടും ആളുകൾ വെയിറ്റിംഗ് ആണ്. എന്തായാലും വരും ദിവസങ്ങളിലെ എപ്പിസോഡുകളിൽ നമുക്ക് എന്താണ് ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.